ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വ്യക്തിയിൽ നിന്നും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലവ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ. ഇത് ഞാൻ പറയാൻ കാരണം ഒരുപാട് ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ പറയുന്നൊരു കാര്യമാണ്, സാറേ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും വേണ്ട രീതിയിലുള്ള ഒരു സ്നേഹം കിട്ടുന്നില്ല. അല്ലെങ്കിൽ 4 ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും, പിന്നെ 4 ദിവസം സ്നേഹം കിട്ടില്ല, അല്ലെങ്കിൽ ഒരു 5 ദിവസം സ്നേഹം കിട്ടില്ല, പിന്നെ അടുത്ത ആഴ്ച ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ ഈ സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ തോന്നും, അല്ലെങ്കിൽ എന്താ ഇവരെന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് തോന്നും. എന്തുകൊണ്ടാണ് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലവ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലവ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമുക്ക് ആരിൽ നിന്നായിക്കോട്ടെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നന്ദി പറയുക. അത് സുഹൃത്തുക്കളിൽ നിന്നായിക്കോട്ടെ, കൊളീഗ്സിൽ നിന്നായിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സിൽ നിന്നായിക്കോട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നായിക്കോട്ടെ, ആരിൽ നിന്ന് സ്നേഹം ലഭിച്ചു കഴിഞ്ഞാലും അതിന് നമ്മൾ മനസ്സിൽ നന്ദി പറയുക എന്നുള്ളതാണ്. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്യും. നേരെ മറിച്ച് നമ്മുടെ പാർട്ണർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മളൊരു നന്ദി ഫീൽ ചെയ്യാത്ത ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ, മീൻസ് അതൊക്കെ അവളുടെ ഉത്തരവാദിത്തമല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നന്ദി മാക്സിമം ഫീൽ ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹത്തിനൊക്കെ. അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാർട്ണർ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളോട് സംസാരിക്കും. പാർട്ണർ ആയിക്കോട്ടെ, സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, എടാ നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നിൻ്റെ ആ സ്വഭാവം മാറ്റുന്നതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിവില്ലാത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് പോയിന്റുകളോ ഒക്കെ അവർ ഒത്തിരി നാളായിട്ട് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്ക് ചിലപ്പോൾ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടാവാം, പക്ഷെ നമ്മളെ കോൺസെൻട്രേഷനും നമ്മുടെ തോട്ടും ആ നെഗറ്റീവിലോട്ടായിരിക്കും കൂടുതലായിട്ട് പോകുന്നുണ്ടാവുക. നെഗറ്റീവ് മീൻസ് അവർ നമ്മളിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സൂചിപ്പിച്ച് തന്നൊരു കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു വീക്ക് പോയിന്റ് തന്നെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അത് ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ അട്രാക്റ്റീവ് അല്ല എന്നുള്ളതൊക്കെ ഒരു തോട്ട് പ്രോസസ്സായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് എന്നെ ഇഷ്ടാവില്ലേ എന്നുള്ളതൊക്കെ ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലോട്ട് ഇങ്ങനെ ഒരു തോട്ട് പോയി എന്ന് വരാം. അഥവാ ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ അത്ര അട്രാക്റ്റീവ് അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു തോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ആ ഒരു സ്നേഹവും അട്രാക്ഷനും ഒക്കെ കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തോട്ടിനെ റീപ്രോഗ്രാമിങ് ചെയ്യാൻ ചില അഫർമേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യേണ്ട അഫർമേഷൻസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. നിങ്ങൾ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലോട്ട് ജസ്റ്റ് കൺസിസ്റ്റൻറ്റ് ലവ് മാനിഫെസ്റ്റിംഗ് അഫർമേഷൻസ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ 3 പോയിന്റും ഒരു തിയറിയാണ് അല്ലേ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത്. പക്ഷേ അത് സൊല്യൂഷനായിട്ട് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അഫർമേഷൻസ് ഡെയിലി രാവിലെ 5 മിനിറ്റും രാത്രി കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റും നിങ്ങൾ പറയണം. അപ്പോൾ ആ പറയേണ്ട അഫർമേഷൻസ് വേണ്ട ആളുകൾ മാത്രം, ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഹായ് ഇടുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് പറയുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള സൊല്യൂഷൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആരോടെങ്കിലും ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, പക ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് ആ തോട്ട് പോകും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അത്തരം സന്ദർഭങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വെറുപ്പ്, ഹേറ്റ്, പക ഇത്തരം തോട്ട് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളില്ലേ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഹേറ്റ് ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെല്ലാവരെയും സ്നേഹിക്കുക. ആരോടും വെറുപ്പോ പകയോ ഒന്നും വേണ്ട. അത് വെച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെ പവറിനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നെഗറ്റീവ് എനർജി ആയി പോവും. മാത്രമല്ല, നമ്മൾ അത്തരത്തിലുള്ള തോട്ട്സുകൾ കൊണ്ട് നടക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിലുള്ള ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് മോശം അനുഭവങ്ങളായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും ലവ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള
ഒരു ടൈപ്പ് ഓഫ് മൈൻഡാക്കി മാറ്റണം. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലവ് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പും പകയും വിദ്വേഷമൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻസ് കൂടി ഞാൻ ആ കൺസിസ്റ്റൻ്റ് ലവ് മാനിഫെസ്റ്റിംഗ് അഫർമേഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളിൽ ഏത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങൾ ആ അഫർമേഷൻസ് യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അഫർമേഷൻ വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാം, അതിനുള്ള സൊല്യൂഷൻസ് നൽകാം. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ മെസ്സേജ് അയക്കേണ്ട, ഡയറക്റ്റ് നിങ്ങൾ വിളിച്ചോളൂ. മുകളിൽ നമ്പറുണ്ട്, അതിലോട്ട് വിളിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.